അനിൽ ബോസ് ഇവിടെ ശ്രീ ജേക്കബ് ജോർജ് സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിയുടെ പ്രൊറഗേറ്റീവ് ആണ് അദ്ദേഹത്തിന്റെ ക്യാബിനറ്റിൽ ആരെന്ത് ചുമതല വഹിക്കണം എന്നുള്ളത് മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാവുന്നതാണ്. അപ്പോൾ ആ നിലയിൽ സതീശന് ഏറ്റവും അനുയോജ്യമെന്ന് തോന്നുന്ന ടീമിനെ അദ്ദേഹം പിക്ക് ചെയ്യുകയാകുമോ ഉണ്ടാവുക? മുഖ്യമന്ത്രിക്കാണ് മന്ത്രിമാരെ നിശ്ചയിക്കാനുള്ള അവകാശം. പക്ഷെ എങ്കിൽ പോലും ഇന്നലകളിലാണെങ്കിലും ഇന്നാണെങ്കിലും ഇനി നാളുകളിലാണെങ്കിലും അതൊക്കെ ജയിപ്പിച്ചൊരു പാർട്ടിയില്ലേ, ആ പാർട്ടിയോട് ആലോചിച്ച് നേതാക്കളോട് ആലോചിച്ചാണ് തീരുമാനിക്കുക. അത് സുഗമമല്ല എന്നൊക്കെ ചർച്ചയിൽ ജേക്കബ് ജോർജ് പറയുന്നത് കേട്ടു. നമുക്കറിയാലോ കഴിഞ്ഞ 10 വർഷമായി ജേക്കബ് ജോർജൊക്കെ എന്താണ് ഈ ചർച്ചകളിൽ എടുത്തിരുന്ന സമീപനമെന്ന്. അപ്പോൾ അതുകൊണ്ട് അവരുടെ വാക്ക് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ എന്തായിരിക്കും, ഈ ഒരാഴ്ച കൊണ്ട്, അതായത് ഭരണമാറ്റം വരുമ്പോൾ തന്നെ ചുവടുമാറ്റം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പാർട്ടി ഒരു ഡെമോക്രസി എന്നുള്ള നിലയിൽ ഇതിനകത്ത് ഇൻറ്റേർണൽ ഫ്രാക്ഷനൊക്കെ ഉണ്ട്. അതൊക്കെ ഞങ്ങളൊക്കെ തുറന്നു പറയുന്നവരാണ്. അതിനൊന്നും ഞങ്ങൾക്ക് മറയില്ല. എന്തായാലും ഞങ്ങൾക്ക് നല്ല ഉജ്ജ്വലമായ ഒരു വിജയം UDFന് 102 സീറ്റ് തന്നു. അതിൻ്റെ അകത്ത് 10 ദിവസം എടുത്തുവെങ്കിൽ പോലും വളരെ നല്ല ചർച്ച, ജനങ്ങളുടെ അഭിപ്രായം ഇതെല്ലാം മാനിച്ചുകൊണ്ട് കയറ്റമിറക്കങ്ങളും തർക്കങ്ങളുമൊക്കെ ഉണ്ട്, ഇല്ലയെന്നൊന്നും ഞാൻ പറയുന്നില്ല. വലിയ തർക്കങ്ങളുടെയും അഭിപ്രായ പ്രകടനങ്ങളുടെയും ഒക്കെ ഒടുവിലാണ് ഈ ഒരു മാൻഡേറ്റ് നിലവിലുള്ള പ്രതിപക്ഷ നേതാവിന് മുഖ്യമന്ത്രിയാകാനുള്ള അവസരമൊരുക്കി. പാർട്ടി, ജനങ്ങൾ, മുന്നണി എല്ലാവരും ഒറ്റക്കെട്ടായി തീരുമാനിച്ചു. സ്വാഭാവികമായും തിങ്കളാഴ്ച സത്യപ്രതിജ്ഞ ഒരു മുഴുവൻ മന്ത്രിമാരും ഒന്നിച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു സാഹചര്യം ഒരുക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. നാളെയും മറ്റന്നാളും 2 ദിവസമേ ഉള്ളൂ. KC വേണുഗോപാൽ തിരുവനന്തപുരത്ത് എത്തി. KC പക്ഷം എന്നൊരു പക്ഷമില്ല എന്ന് KC വേണുഗോപാൽ പറയുന്നു. അദ്ദേഹത്തെ സ്വീകരിക്കാൻ സണ്ണി ജോസഫ് അടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അവരൊക്കെ MLA-മാരാണ്. ഇപ്പോൾ സണ്ണി ജോസഫ്, PC വിശ്വനാഥ്, മാത്യു കുഴൽനാടൻ, T സിദ്ദിഖ്, പഴകുളം മധു, ജയന്ത്, ലിജു, നാട്ടകം സുരേഷ്, പ്രവീൺ കുമാർ അടക്കം എയർപോർട്ടിൽ KC വേണുഗോപാലിനെ സ്വീകരിക്കാൻ എത്തുമ്പോൾ KC പക്ഷം എന്നൊരു പക്ഷം ഇല്ല എന്ന് പറയുമ്പോഴും KCക്ക് താല്പര്യമുള്ളവർ അല്ലെങ്കിൽ KCയോടൊപ്പം നിന്ന ആളുകൾക്ക് ഒരു അനുയോജ്യമായ അർഹിക്കുന്ന ഒരു ഇടം ക്യാബിനറ്റിൽ ഉണ്ടാകില്ലേ? അതായത് ഇന്ത്യയിലെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. ഒരുപക്ഷെ മുഖ്യമന്ത്രി ആകേണ്ടിയിരുന്ന അല്ലെ ആകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ച ഒരാളാണ്. നിയമസഭയിൽ ഇന്നിപ്പോൾ നിങ്ങൾ പറഞ്ഞ പേരുകൾ തന്നെ എടുത്താൽ അവരാരും KC വേണുഗോപാലുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് കാലഘട്ടം അദ്ദേഹം ശ്രീ K കരുണാകരൻ്റെ പക്ഷത്ത് നിന്നപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ ഭാഗമായി നിന്നവരുടെ പേര് പോലുമല്ല നിങ്ങൾ പറയുന്നത്. ഇനി അദ്ദേഹത്തിൻ്റെ അധികാരം, അദ്ദേഹത്തിന് വലിയ പവർ വന്നപ്പോൾ അദ്ദേഹത്തോടൊപ്പം നിന്നവരുടെ പേരല്ല നിങ്ങളീ പറഞ്ഞതൊന്നും, മനസ്സിലായില്ലേ? പക്ഷേ ഒരു നേതാവെന്നുള്ള നിലയിൽ അദ്ദേഹം എമർജ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വളരെ നല്ല രീതിയിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കേണ്ടി വന്നപ്പോൾ ആ പ്രവർത്തനങ്ങളിലെ സുതാര്യത ബോധ്യപ്പെട്ട വലിയൊരു ഭാഗം ആളുകൾ, നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, 47 MLA-മാർ അദ്ദേഹത്തെ പിന്തുണയ്ക്കണമെങ്കിൽ 15 MP-മാരിൽ 10-13 പേര് പിന്തുണയ്ക്കണമെങ്കിൽ മുൻ KPC പ്രസിഡന്റുമാരിൽ 1-2 പേരൊഴിച്ച് ബാക്കി മുഴുവൻ പേരും പിന്തുണയ്ക്കണമെങ്കിൽ അദ്ദേഹം ഒരു നേതാവെന്നുള്ള നിലയിൽ പക്വതയും അദ്ദേഹത്തിന് അതിൻ്റേതായ വളർച്ചയും ഉണ്ടായതുകൊണ്ടാണ്. ഞങ്ങളൊക്കെ അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ്. ആ കൂട്ടത്തിലുള്ള ആളാണ് ഞാൻ. പക്ഷേ ഗ്രൂപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെന്ന് അദ്ദേഹം പറഞ്ഞതായി എനിക്കറിയില്ല. നിലവിൽ അദ്ദേഹത്തിനെതിരെ വ്യാപകമായ ക്യാമ്പയിൻ ഉയർന്നു വന്നപ്പോൾ ഞാൻ സംസാരിച്ചതാണ്, നമുക്ക് ഈ വ്യാപകമായ ആക്ഷേപമാണല്ലോ, PR വർക്ക് സോഷ്യൽ മീഡിയയിലും സൈബർ ഇടങ്ങളിലും ഒക്കെ മൊത്തത്തിൽ നമ്മളെ വ്യക്തിഹത്യ ചെയ്തുകൊണ്ട് നടന്നോട്ടെ, ചെയ്യുന്നവർ ചെയ്തോട്ടെ. ഇത് പാർട്ടിയാണ്. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരാളെയും വ്യക്തിഹത്യ ചെയ്യുന്ന ഒരു കാര്യവും പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. അതൊക്കെ അവിടെ നടന്നോട്ടെ എന്നാണ് പറഞ്ഞത്. ഇതെല്ലാം പാർട്ടിയുടെ ഡിസിഷൻ. ഫൈനൽ വേർഡ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പ്രസിഡന്റുമാണ് എടുക്കുന്നത്. അവരെടുക്കുന്ന തീരുമാനമാണ് നമ്മുടെ തീരുമാനം. അല്ലാതെ നമുക്ക് വ്യത്യസ്തമായൊരു അഭിപ്രായമില്ലാന്ന് എന്നോട് അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. അപ്പം സ്വാഭാവികമായും എൻ്റെ അനുഭവത്തിലും ബോധ്യത്തിലും പാർട്ടി താല്പര്യത്തിനപ്പുറം ഒരു താല്പര്യം, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹം ഈ പറയുന്ന വിവാദങ്ങൾ എല്ലാം കഴിഞ്ഞ് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചതിന് ശേഷം പത്രക്കാരെ കണ്ടില്ലേ, താൻ മരണപ്പെടുമ്പോൾ ഒരു ത്രിവർണ്ണ പതാക പുതയ്ക്കണം, പാർട്ടിയാണല്ല. ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ, കഴിഞ്ഞ 7 വർഷക്കാലമായി കേരളത്തിൽ നടന്ന ചർച്ചകളിൽ അഭിലാഷ് എത്രയോ ചർച്ചകളിൽ നമ്മൾ ഒന്നിച്ചിരുന്ന പറഞ്ഞുകൊണ്ട് KC വേണുഗോപാൽ എഴുതി കൊടുക്കുന്നിടത്തെല്ലാം ഒപ്പിടുകയാണ്. എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നത് KC ആണ് ഹൈക്കമാൻഡ്. അതുകൊണ്ടാണ് ഈ രാജ്യത്ത് എല്ലാ കുഴപ്പവും ഉണ്ടാകുന്നത്. പാർട്ടി തോറ്റാൽ കുഴപ്പം മുഴുവൻ
കെ സി വേണുഗോപാലിന്. സ്ഥാനമാനങ്ങൾ കിട്ടാതെ വരുന്നവർ പറയുന്നത് കുഴപ്പം മുഴുവൻ കെ സി വേണുഗോപാലിന്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2 സ്ഥാനാർത്ഥിയുടെ വിഷയത്തിൽ പോലും ഇടപെടാത്ത കെ സി വേണുഗോപാലാണ് പാപഭാരം എന്നും പരാജയത്തിൻ്റെ ഉത്തരവാദിത്വമെന്നും എത്രയോ ദിവസം നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ആണോ? അങ്ങനെ ആയിരുന്നോ? അദ്ദേഹം 2 സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അതും അദ്ദേഹം ഡയറക്റ്റ് അഭിപ്രായം പറഞ്ഞില്ല, PCC പ്രസിഡന്റിനോട് പറഞ്ഞു പറയിക്കുക ചെയ്തത്. മനസ്സിലായില്ലേ? അദ്ദേഹത്തിന് വേണമെങ്കിൽ എഴുതി വെക്കാം, ഇരിക്കുന്ന കസേര വെച്ച് എഴുതി വെക്കാം. അങ്ങനെ ചെയ്ത ഒരാളല്ല. ഇപ്പോൾ തന്നെ നിങ്ങൾ ആലോചിക്കുക, കേരളത്തിൽ 47 പേരിൽ നിങ്ങളൊരു AP അനിൽകുമാറിൻ്റെ പേര് പറഞ്ഞാൽ, അല്ലെങ്കിൽ സജീവ് ജോസഫിൻ്റെ പേര് പറഞ്ഞാൽ, പഴകുളം മധുവിൻ്റെ പേര് പറഞ്ഞാൽ, MM നസീറിൻ്റെ പേര് പറഞ്ഞാൽ, KSU കാലം തൊട്ട് കെ സി വേണുഗോപാലിൻ്റെ പെറ്റായി നടക്കുന്നവരാണെന്നെങ്കിലും പറയാം. ഗ്രൂപ്പ് എന്നല്ല, പെറ്റെന്ന് തന്നെ പറയാം. ഒരു ബ്രദർലി അഫെക്ഷനോട് കൂടി നിൽക്കുന്നവരാണെന്ന് പറയാം. പക്ഷെ ബാക്കിയുള്ള 43 പേരാരാ? ബാക്കിയുള്ള 43 പേരാരാ? അവരുടെ പേരൂടെ നിങ്ങൾ പറ, അവരുടെ പാരമ്പര്യം പറ. ഉമാ തോമസ് ഏത് പാരമ്പര്യത്തിൽപ്പെടുന്നയാളാ? ചാണ്ടി ഉമ്മൻ ഏത് പാരമ്പര്യത്തിൽപ്പെടുന്നയാളാ? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഏത് പാരമ്പര്യത്തിൽപ്പെടുന്നയാളാ? അങ്ങനെ നിങ്ങൾ ഈ ബാക്കിയുള്ള ആളുകളുടെ പേര് മുഴുവൻ നോക്കും. നമ്മൾ വെറുതെ അങ്ങനെ ഒരു കോൺട്രവേഴ്സി ചർച്ചയിലേക്കൊന്നും നമ്മൾ പോകണ്ട. ഞാൻ പറഞ്ഞതിനർത്ഥം അദ്ദേഹത്തിന് പക്ഷമില്ല എന്ന് പറയുന്നത് കൃത്യമാണ്. പാർട്ടിയാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം. അദ്ദേഹത്തെ അനവസരത്തിൽ, അതായത് സങ്കടം തോന്നിയിട്ടുണ്ട് നമുക്ക്. എന്താ സങ്കടം? April 9 ഇലക്ഷൻ. 10-ാം തീയതി മുതൽ മെയ് 4 റിസൾട്ട്. ഈ 4 റിസൾട്ട് വന്ന് കോൺഗ്രസിനും UDFനുമാണ് ഭൂരിപക്ഷമെന്ന് അറിയുന്നതിന് മുമ്പ് എത്ര നീചവും നീതിരഹിതവും നികഷ്ടവുമായിട്ടാണ് അദ്ദേഹത്തെ ആക്രമിച്ചത്, വ്യക്തിഹത്യ ചെയ്തത്. 50 ആണ്ടുകളുടെ രാഷ്ട്രീയത്തെ റദ്ദ് ചെയ്തില്ലേ അഭിലാഷേ? അയാളെ ഏറ്റുവാങ്ങിയിട്ടുള്ള മർദ്ദനങ്ങളെ റദ്ദ് ചെയ്തില്ലേ? അദ്ദേഹം ഇരുന്നിട്ടുള്ള പദവികളെ, അദ്ദേഹം നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളെ റദ്ദ് ചെയ്തില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. വെള്ളാപ്പള്ളി നടേശനെ പോലെ ഒരാൾക്കെതിരെ ഫൈറ്റ് ചെയ്ത ആലപ്പുഴയിൽ 3 നിയമസഭയിലും 3 പാർലമെന്റിലും മത്സരിച്ച് ജയിച്ച ഒരുത്തനെ, ശരി, അങ്ങനൊരു നേതാവിനെ നിങ്ങൾ കൊണ്ട് കെട്ടിയില്ലേ? വർഗീയവാദികളുടെ തട്ടകത്തിൽ ചിത്രീകരിക്കാൻ ഈ മാധ്യമ ചർച്ചകൾ ഇടവന്നില്ലേ? അഭിലാഷ് ചെയ്തു എന്നല്ല, ഈ ഇരിക്കുന്ന ജേക്കബ് ജോർജ് അടക്കമുള്ള എത്രയോ ഈ മാധ്യമ ചർച്ചകളിൽ നിഷ്പക്ഷർ, നിരീക്ഷകർ എന്ന് പറയുന്ന ആളുകൾ വന്നിരുന്ന് ചർച്ച ചെയ്ത്. ഇവരൊക്കെ ആളുകളെ പഠിച്ചിട്ടാണോ വർത്തമാനം പറഞ്ഞത്? ആളുകളെ പഠിച്ചിട്ടാണോ വർത്തമാനം അല്ലല്ലോ. ഒരു സെക്കൻഡ് ഞാൻ പറഞ്ഞോട്ടെ. ശ്രീ VD സതീശൻ കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും മികച്ച പാർലമെന്റേറിയനാ. ആർക്കാ തർക്കം? അദ്ദേഹം ഏറ്റവും നല്ല പ്രസംഗകനാണ്, ഡിബേറ്ററാണ്. എന്തിലാണ്? നല്ല പഠനമുള്ള ആളാണ്, അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി ഉള്ള ആളാണ്. ഞങ്ങൾക്കാർക്കും തർക്കമില്ലെന്ന്. എത്രയോ വർഷത്തെ ബന്ധമാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്ക്, പ്രത്യേകിച്ച് വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തിൽ ഒരുമിച്ച് വന്ന ആളുകൾക്കൊക്കെ ആത്മബന്ധമുള്ളത്. അപ്പോൾ അങ്ങനെ ഒരാൾ മുഖ്യമന്ത്രിയായി വരട്ടെ എന്ന്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒന്നിലധികം പേരുകൾ വരുമ്പോൾ പക്ഷമുണ്ടാകും, അഭിപ്രായങ്ങളുണ്ടാകും. പക്ഷേ അതിൻ്റെ പേരിൽ ഒരാളെ വളഞ്ഞിട്ട് ആക്രമിക്കുക. ചില ചാനലുകൾ രാവിലെ ഇത് ഹോൾസെയിൽ കോൺട്രാക്ട് എടുത്തിരിക്കുകയായിരുന്നു ഒരാളെ വ്യക്തിഗത ചെയ്യാൻ. നിങ്ങൾ കോൺഗ്രസിൽ ഇന്റേണൽ 3 പേരുടെ പേര് പരിഗണിക്കുന്നു, അവരുടെ മഹിമകൾ വെച്ച് ചർച്ച ചെയ്താൽ നിങ്ങൾ മനസ്സിലാവും. പക്ഷെ വ്യക്തിഹത്യ ചെയ്യാൻ വേണ്ടി മാത്രം കരാറെടുത്ത് വർക്ക് ചെയ്ത ആളുകളുണ്ട്. വ്യക്തിഹത്യ ചെയ്യപ്പെട്ടു എന്നാണ് പറയാൻ അവസരം കിട്ടുമ്പോൾ ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ശരി, ഓക്കെ.